എടി നമ്മുടെ ആ ഡയറക്ടർ ഉണ്ടല്ലോ ശിവം മൂലമറ്റം, അയാളുടെ പുതിയ ടെലിഫിലിമിൽ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണം. അയാൾക്കാണെങ്കിൽ പഴയ മോന്ത ഒന്നും വേണ്ട, പുതിയത് തന്നെ വേണം. അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചെടുത്തോളാന്നാ പറഞ്ഞത്. ഇവളെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. അതാവുമ്പോ ദിവസം 1000 രൂപ കിട്ടും. 250 അവക്ക്, 750 എനിക്ക്. അത് നമ്മള് സമ്മതിക്കോ? എടി സമ്മതിപ്പിക്കാം, നീ കൂടെ നിന്നാ മതി. ഇപ്പൊ അവളൊന്ന് വിശ്രമിക്കട്ടെ. എന്നാലും എന്തായിരിക്കും അവൾ ഇങ്ങോട്ട് പോന്നത്? എടി സംഗതി ഞാൻ പറഞ്ഞത് തന്നെ. പാലക്കലെ ലതിക അമ്മയുടെ മൂത്ത മോനോ ഇളയ മോനോ സ്നേഹം കൂടാൻ അവളടുത്ത് ചെന്നിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച, അപ്പൊ ഇന്നലെ ഞായറാഴ്ച അവധിയാണല്ലോ. അപ്പൊ ഇളയവൻ തന്നെയായിരിക്കും പ്രതി. എടി എല്ലാവരും എന്നെ പോലെ അല്ലല്ലോ പാപ്പി. അതെ, എങ്ങോട്ടാ? അകത്തേക്ക്. വേണ്ട, അകത്തേക്ക് പോവണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. നിങ്ങളും മോശമൊന്നും അല്ല. എന്റെ പാപ്പിനി കഷ്ടം. ഹലോ, എന്താ കാർത്തു ഇതൊക്കെ? ഒരു വീട്ടിലെ ജോലിക്ക് പോണെന്ന് പറഞ്ഞപ്പോ അറിഞ്ഞില്ല സാർ, ആ വീട് സാറിന്റെ വീടാണെന്ന്. അബദ്ധം പറ്റിപ്പോയി. എന്നിട്ട് പിന്നെ എല്ലാം അറിഞ്ഞ ശേഷം ഞാൻ വന്നപ്പോ എന്നോടത് പറയാതിരുന്ന എന്താ? സാറിന്റെ അടുത്തേക്ക് സംശയമായതുകൊണ്ട് പറയാൻ തോന്നിയില്ല. അപ്പൊ ഒരു വീട്ടിലെ 2 മുറിയിൽ ഇരുന്നാണോ നമ്മൾ സംസാരിച്ചേ? അതെ. വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയടോ. എന്റെ ഭാര്യയായിട്ട് വരേണ്ട ആള് അതിനു മുമ്പ് ജോലിക്കാരിയായിട്ട് അവിടെ വന്നു അല്ലേ? ആ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല സാർ. ഞാൻ സാവകാശം എല്ലാം വീട്ടുകാരെ അറിയിക്കായിരിക്കുമായിരുന്നു. തന്നെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ തന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഫോട്ടോയും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോ ജോലിക്കാരായിട്ട് നിന്ന പെൺകുട്ടിയെ പെട്ടെന്ന് അവർ സ്വീകരിക്കില്ല. അത് വേണ്ട സാർ. സാറിന് വേണ്ടി അവിടെ കല്യാണാലോചനകൾ നടക്കുമല്ലേ. ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ സാർ വിവാഹം കഴിക്കണം. അത് താനല്ലല്ലോ തീരുമാനിക്കുന്നേ. എന്റെ വീടിനെയും വീട്ടിലുള്ളവരൊക്കെ അറിയാൻ ദൈവം ഒരിക്കൽ അവസരമായിട്ട് ഇത് കണ്ടാ മതി. ഇത്രയും ഗതികെട്ട അവസ്ഥയിലെത്താൻ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല. പവിത്രടുത്ത് ഇപ്പൊ എവിടെയാ? ഏടത്തി വേറൊരു വീട്ടില് ഹോം നേഴ്സായിട്ട് നിൽക്കുവാ. സാരമില്ല, എല്ലാം ശരിയാവും. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വയ്ക്കട്ടെ. എന്താ മുഖത്തൊരു വിഷമം പോലെ? നമ്മൾ പശുക്കളൊക്കെ ലേലത്തിൽ പിടിച്ചു. അതുകൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ കാർത്തും പവിത്രടുത്ത് ആരോടും പറയാതെ ഈ നാട്ടിൽ നിന്ന് പോയത്? പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കണ്ണന്റെ അമ്മ തന്നെ പറഞ്ഞു നടന്നില്ലേ ഞാനും പവിത്രയും തമ്മിൽ അടുപ്പത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ഈ നാട്ടിൽ നിന്ന് പോയത്. അല്ലെങ്കിൽ തറവാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്റെ അരികിലേക്കായിരുന്നു ഓടി വരേണ്ടിയിരുന്നത്. പപ്പേട്ടനെ ഇനി അവരെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലേ? അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നാലും അവിടെ നിൽക്കട്ടെ സാറേ. സാറിന് കാർത്തുവിനെ കല്യാണം കഴിച്ചൂടെ? ഇനി കാർത്തുവിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും ഉണ്ടാവില്ല. ഞാനിടയ്ക്ക് പവിത്രയെ വിളിച്ചിരുന്നു. കാർത്തു സാറിനൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് പവിത്ര പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് ചെറിയ ചില സംഭവങ്ങളുണ്ടായി. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഞാനിടയ്ക്ക് പവിത്രടുത്തയുടെ വീട്ടിൽ പോയിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മോശ.
പവിത്രയുടെ ചേച്ചിയുടെ സ്വഭാവം ശരിയല്ല എന്ന് അവരുടെ സംസാരത്തിൽ തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഒരു വീട്ടിൽ അവർ അധികം നാൾ കഴിയുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ആ വീട് ശരിയല്ല. പവിത്രയെ കണ്ണൻ കല്യാണം കഴിച്ച ശേഷം അവരുടെ ചേച്ചിയും ഭർത്താവും മതിലകത്തേക്കേ വന്നിട്ടുള്ളൂ. കണ്ണൻ അധികം ഒന്നും പവിത്രയെ അങ്ങോട്ട് വിട്ടിട്ടില്ല. ആ സുശീൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവൻ ആളെ ശരിയല്ല. അങ്ങനെയുള്ള വീട്ടിൽ പവിത്രയും കാർത്തും എത്രത്തോളം സുരക്ഷിതരായിരിക്കും അറിയില്ല സാറേ. പിന്നെ ഇപ്പൊ പവിത്രയും കാർത്തും ഒക്കെ മറ്റേതോ വീട്ടിൽ ജോലിക്ക് നിൽക്കാന്നും പറഞ്ഞു. ഇടയ്ക്ക് കണ്ണേട്ടനെ ജയിലിൽ പോയി കണ്ടപ്പോൾ അതും പറഞ്ഞ് കണ്ണേട്ടൻ കരച്ചിലായിരുന്നു. കാർത്തു ജോലിക്ക് പോകുന്നതാ കണ്ണേട്ടന് ഏറ്റവും സങ്കടം. പോയി നിന്ന വീടോ ശരിയല്ല എന്നാ പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടാ, പക്ഷേ അവരുടെ സംസാരം അത് കണ്ണന് നൊന്തിട്ടുണ്ട്. സാറ് വിഷമിക്കണ്ട, എന്റെ ഭാര്യയെ ഞാൻ നിലക്കേർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുമെങ്കിലും അവക്ക് നേരിയ ഭയമുണ്ട്. ഇപ്പോ കൂടുതൽ ചാടിയ മേൽ നോവൂന്നറിയാം. അതുകൊണ്ട് ഇനി ആ ഭാഗമൊന്നും പേടിക്കാനില്ല. 2 ദിവസം കഴിയട്ടെ. അവരിങ്ങോട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാം. വാടക വീടിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. കൃഷിമന്ത്രി പരിചയക്കാരനായതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്തണമെന്നും പറയാം. അങ്ങനെയെങ്കിൽ പിന്നെ പവിത്രടത്തേക്കും കാർത്തിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ നമുക്ക് പവിത്രയുടെ വീട്ടിലോട്ട് പോവാം. പോവാം. അവരിനി വാശി കാണിക്കാതിരുന്നാൽ മാത്രം മതി. നാട്ടുകാരുടെ നാവേതാരം അടപ്പിക്കാൻ പറ്റില്ല. നമ്മൾ തെറ്റുകാരനല്ലെങ്കിൽ നമ്മളിൽ വിശ്വസിക്കണം. അതാ വേണ്ടത്. എനിക്കൊന്ന് കണ്ണേട്ടനെ കാണണം, എന്നിട്ട് ഞാൻ വിളിക്കാം. ഞാൻ അരുൺ സാറിനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. കുറെ അധ്വാനത്തിന്റെ കഥകൾ പറയാന്നല്ലാതെ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തില്. ആകെ സമ്പാദ്യം എന്ന് പറയാൻ 4-5 പശുക്കളും കിടാങ്ങളും മാത്രമായിരുന്നു. അതുങ്ങള് കൈവിട്ടു പോകുമെന്ന് കരുതിയ സമയത്ത് തിരിച്ചു തന്നില്ലേ, നിലനിൽക്കാൻ സഹായിച്ചില്ലേ. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഞാനേ അവസാനമായിട്ട് കാർത്തൂനെ കണ്ടപ്പോഴേ മോളോട് പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചിരുന്നാലും സാറിനെ സ്വീകരിക്കണമെന്ന്. മോളതിന് സമ്മതിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് പോണം സാർ. ഇപ്പൊ അന്യ വീട്ടിൽ അവള് ജോലിക്ക് നിൽക്കുക. അവരത്ര മനുഷ്യപ്പറ്റുള്ളവരാണെന്ന് തോന്നിയില്ല അന്ന് പോയി കണ്ടപ്പോ. അങ്ങനെ കഴിയേണ്ട കുട്ടിയല്ല, അറിയാലോ. അതുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാനതിന് തയ്യാറാക്കണേട്ടാ. എന്നാ നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതിന് ദൈവം കൂടി കനിയണ്ടേ. ഇപ്പൊ എന്താ പ്രശ്നം? സാറ് പോയി വിളിച്ചാൽ കാർത്തു വരുന്നുണ്ടെങ്കിൽ പിന്നെ ആരാ നിങ്ങളുടെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നത്? സാറിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാ, വീട്ടിലുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് കല്യാണം നടത്തണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ശരിയുമല്ല. പിന്നെ സാറ് കാർത്തൂനെ സ്നേഹിച്ചതും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നാ എന്റെ ചിന്ത. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ണേട്ടാ. എങ്കിലും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും. പശുക്കളെ ലേലത്തിൽ പിടിക്കാൻ സഹായിച്ചത് ഒരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നാ അതിനേക്കാളും എത്രയോ മടങ്ങ് മുകളിലാ എന്റെ കാർത്തു. ആ കുട്ടി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയണം. ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണം. ഇതൊക്കെ ഞാൻ എന്നും സ്വപ്നം കണ്ടിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതും. എന്റെ മോക്ക് ഞാൻ ചേരിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു ആൺതുണ വേണ്ടത് എന്റെ കാർത്തൂനാ. കണ്ണേട്ടൻ വിശ്വസിച്ചോ, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ കാർത്തൂന്റെ കൈ പിടിച്ചിരിക്കും. ഉണ്ണി പോയപ്പോ അവനേക്കാൾ നല്ലൊരു പയ്യൻ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ പ്രാർത്ഥനകൾക്ക് എല്ലാത്തിനും മുഖം തിരിഞ്ഞു നിന്ന ദൈവങ്ങള് അത് മാത്രം കേട്ടെന്നാ കരുതിയത് സാറ് വന്നപ്പോ. ശരിക്കും പറഞ്ഞ ഞാൻ എന്നെ തന്നെയാ സാറിൽ കാണുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്ന ഒരാള്. അങ്ങനെ വരുമ്പോ ആ ആളെ എന്റെ കാർത്തൂന് കിട്ടണമെന്ന്
അറിയാതെ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു പോവില്ലേ? കണ്ണേട്ടൻ വിഷമിക്കണ്ട. കല്യാണം കഴിഞ്ഞ് ഞാനും കാർത്തു ഇവിടെ വരും കണ്ണേട്ടൻ്റെ അനുഗ്രഹം വാങ്ങാൻ. ഇത് ഉണ്ണിയുടെ വാക്കുകളല്ല, എൻ്റെ ഉറച്ച വാക്കാ. തല പോയാലും ഇനി ഞാനിത് മാറ്റി പറയില്ല. ചേച്ചി, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ അമ്മച്ചിയുടെ മക്കളൊക്കെ നാളെ വരുന്നുണ്ട്. അതുകൊണ്ട് പോവണ്ട. എന്നാ പിന്നെ കാർത്തൂനൊന്ന് പോയി കാണാന്ന് വിചാരിക്കുക. എപ്പോഴാണ് അവ പോണത്? രാവിലെ തന്നെ പോണം. ഹാ, എന്നാ പിന്നെ 5:30 മണിക്ക് കവലേന്നൊരു ബസ്സുണ്ട്, അതിൽ തന്നെ കേറിപ്പോയിക്കും. അപ്പൊ പിന്നെ നേരത്തെ തന്നെ അവളെ കാണാലോ. ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനി ഇപ്പൊ അവളെ കാണാൻ അങ്ങോട്ടൊന്ന് പോണ്ടടി. അകത്തേക്കൊന്ന് ചെന്ന് നോക്കിയാ മതി. കാർത്തു വന്നോ? വന്നൂന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുന്നില്ലാന്ന്. മോളെ, ഇങ്ങ് പോന്നോ? പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എടുത്തേ. ഞാനും അരുൺ സാറും തമ്മിൽ സംസാരം ഉണ്ടെന്ന് എന്റെ മൊബൈലിൽ നോക്കി സാറിന്റെ അടുത്തേക്ക് മനസ്സിലായി. അതോടെ ഇറങ്ങി പോവാൻ പറഞ്ഞു. അരുൺ സാറ് മോളെ കണ്ടോ? ഇല്ല, കാണാനുള്ള സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കിയില്ല. ഒരു വീട്ടിൽ തന്നെ ഇരുന്നോണ്ടാ ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചത്. ഏതു നേരവും എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാ സാറിന്റെ അടുത്ത് എല്ലാം പിടിച്ചത്. അവിടെ വന്ന ശേഷമുള്ള പരിചയമാണെന്നാ അവര് കരുതിയിരിക്കുന്നത്. അല്ല, അരുൺ സാർ ഇപ്പൊ ഈ വിവരം അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞു. എന്നെ വിളിക്കുകയും ചെയ്തു. കണ്ണേട്ടിന് ഞാൻ വാക്ക് കൊടുത്തതാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചോളാന്ന്. അത് അരുൺ സാർ വിളിച്ചപ്പോഴും പറഞ്ഞു. എന്നാ പറ്റില്ല എടുത്തി. അവരൊക്കെ നമ്മുടെയൊക്കെ സങ്കല്പത്തിന് മോളിലാ, ഒരുപാട് മോളില്. അവിടെ അരുൺ സാറിന് വേണ്ടി തകൃതിയായിട്ട് കല്യാണാലോചന നടക്കുക. ഏതെങ്കിലും വലിയൊരു കുടുംബത്തിൽ നിന്ന് സാറൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരട്ടെ, അതാ നല്ലത്. വലിയ കുടുംബം ചെറിയ കുടുംബം എന്നൊന്നും അരുൺ സാറിന് വ്യത്യാസമില്ല. നാട്ടിൻപുറത്തുള്ളൊരു പാവം പെൺകുട്ടിയെ തേടി നടന്ന കൂട്ടത്തിലാ സാറ്. അങ്ങനെയെങ്കിൽ മോളെ മറക്കാൻ പറ്റില്ല. എവിടെ പോയാലും നിന്റെ പിന്നാലെ വരും. എന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എടുത്തി. അതറിഞ്ഞു വെച്ചോണ്ട് ആ വീട്ടുകാർക്കൊന്നും തലവേദനയാവുന്നത് ശരിയല്ല. ഡീ, സംസാരിച്ചോണ്ട് നിൽക്കാണോ ഡീ? പുരാണം പറയാണോ? ഇവിടെ വന്ന് സുഖിക്കാന്നൊന്നും നീ കരുതണ്ട. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കണം, അടുത്ത ജോലി ശരിയാവുന്നത് വരെ. എല്ലാം ഞാൻ ചെയ്തോളാം ചേച്ചി. നീ എന്തിനാ ചെയ്യുന്നത്? ജോലിക്ക് പോയിട്ട് ഓടി പോന്നവള് കിട്ടാനുള്ള പൈസ വാങ്ങിച്ചു വരാത്തവള് തന്നെ ചെയ്യട്ടടി ജോലി. അച്ഛനും അമ്മയും ഇല്ലാത്തവൾക്ക് വലിയൊരു വീട്ടില് ജീവിക്കാൻ പറ്റി. കണ്ണനെ പോലെ ഒരുത്തന്റെ തണലില് വളരാനും പറ്റി. പക്ഷെ എവിടെയെങ്കിലും അടുക്കളപ്പണി തന്നെ ചെയ്ത് ജീവിക്കേണ്ടവളാ ഇവള്. അത് ദൈവത്തിനറിയാം. അതുകൊണ്ടാ ഇങ്ങനൊരു വിധി വന്നത്. ചേച്ചി ഒന്ന് പോയേ. കയറി വന്നില്ല, അതിനു മുമ്പ് ഓരോന്ന് പറയാൻ തുടങ്ങി. ഇനി ഇതല്ല, എലിയെ മാളത്തിന്ന് പുകച്ച് ചാടിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ പുക ഇട്ടുകൊണ്ടേ ഇരിക്കും. പിന്നീട് ഇവിളി എവിടെ പോയാലും ഉറച്ചു നിന്നോളും. ഇനി ഞാൻ എന്ത് ജോലി കിട്ടിയാലും ചെയ്തോളാം എടുത്തി. ഇനിയിപ്പോ അരുൺ സാറിനെ പ്രതീക്ഷിക്കണ്ട. ആരുടെ ആട്ടും തുപ്പും സഹിക്കാതെ എനിക്കും ജീവിക്കണം, ആരെയും ശല്യം ചെയ്യാതെ. എടുത്തിയുടെ ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കേണ്ടവള് തന്നെയാ ഞാൻ. പിന്നെ കണ്ണേട്ടിനെ പോലെ ദൈവതുല്യനായ ഒരു ചേട്ടന് വഴിയരികെ കിടന്ന് എന്നെ കിട്ടി. അതുകൊണ്ട് കുറച്ചു കാലം എല്ലാം ഉള്ളവളെ പോലെ ജീവിച്ചു.
ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. സാറിനോട് ഒത്തിരി ഇഷ്ടമുണ്ട്. സാറിനൊപ്പമുള്ള ജീവിതം എന്നെപ്പോലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ. എനിക്ക് സമ്മതമാ. ഞാനേ അവസാനമായിട്ട് കാർത്തൂനെ കണ്ടപ്പോഴേ മോളോട് പറഞ്ഞു, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചിരുന്നാലും സാറിനെ സ്വീകരിക്കണമെന്ന്. മോളതിന് സമ്മതിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് പോണം സാർ. ആ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല സാർ. അത് വേണ്ട സാർ. സാറിന് വേണ്ടി അവിടെ കല്യാണാലോചനകൾ നടക്കുമല്ലേ. ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ സാർ വിവാഹം കഴിക്കണം. അരുൺ സാറ് 2 തവണ വിളിച്ചു. ഞാൻ എടുത്തില്ല. ഇനിയും ഇങ്ങോട്ട് വരുമോ എന്തോ. ആ വഴി അടഞ്ഞു മോളെ. ഞാൻ പറഞ്ഞല്ലോ എടുത്തി, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. എനിക്ക് ആ വീട്ടിലെ മരുമകളായി ചെല്ലാനുള്ള യോഗ്യതയില്ല. അരുൺ സാറും എടുത്തിയും ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും ഞങ്ങളുടെ വിവാഹം നടക്കത്തുമില്ല. സാറിന്റെ അടുത്തി നമ്മുടെ വിജിതയുടെ മറ്റൊരു പതിപ്പാ. പിന്നെ അവരുടെ അമ്മയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. സാറിന്റെ സ്വന്തം അപ്പച്ചി തന്നെയാ. ആ വീട് അടക്കി ഭരിക്കുന്നത് അവരാ. ഭാഗ്യത്തിന് ഞാനവിടെ ഉള്ളപ്പോ അവരവിടെ വന്നിട്ടില്ല. അരുൺ സാറിനെ കണ്ടപ്പോ തന്നെ അവിടെ നിന്ന് പോരണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തപ്പോ അതിന് തോന്നിയതുമില്ല. കാർത്തുമോളെ, എളുപ്പത്തിൽ റെഡി ആയിക്കോ. ഒരു ജോലി ശരിയായിട്ടുണ്ട്. എവിടെ സുശീലേട്ടാ? ഇനിയിപ്പോ ഒരു കൊച്ചന്മാരുടെ വീട്ടിലും പോയി ജോലിക്ക് നിൽക്കണ്ടെന്നേ. എന്റെ പുതിയ ടെലിഫിലിം നടക്കുകയാണല്ലോ, കണ്ടം വഴി ഓടിയ മധു. അതിലേക്ക് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണം. ഡെയിലി 1000 രൂപ വെച്ച് കിട്ടും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന്. അമ്പലം കാണിക്കുമ്പോ അവിടെ ഒന്ന് തൊഴണം. അതിപ്പോ ആശുപത്രിയാണെങ്കിൽ പേഷ്യന്റിന്റെ വേഷം കെട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അത്രേ മതി. എന്തൊക്കെയാ സുശീലേട്ടാ പറയുന്നത്? ക്യാമറ പോലും കണ്ടിട്ടില്ലാത്ത കൊച്ച അഭിനയിക്കാൻ വരുന്നത്? എന്താടി അഭിനയിച്ചാല്? അത് അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്റെ പവിത്രേ, ഞാൻ ഈ പ്രദേശത്ത് തന്നെ എത്ര പെൺകുട്ടികൾക്ക് ചാൻസ് കൊടുത്തിരിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വന്ന പെൺകുട്ടികളൊക്കെ ഇപ്പൊ പേരെടുത്ത നടിമാരാ. സംവിധായകൻ എന്നോട് പറഞ്ഞതേ ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടി വേണമെന്നാ. ഞാൻ നോക്കിയപ്പോ കാർത്തു അതിന് പറ്റിയ മുഖ. വെറുതെ വീട്ടിൽ കയറി ഇരിക്കുന്ന എന്തിനാ? പോയിക്കൂടടി. 6 ദിവസം അവർക്ക് രൂപ 6000 കയ്യിലിരിക്കും. പിന്നെ ശിവമൂലമറ്റം ആ സംവിധായകൻ, അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ലോട്ടറിയാ. അയാളുടെ അടുത്ത പടത്തിൽ കാർത്തു തന്നെയായിരിക്കും നായിക. എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ വെറുതെ നടക്കാനാണെങ്കിൽ ഞാൻ വരാം. അതാണ്. എന്തൊക്കെയാ മോളി പറയുന്നത്? എന്താടി, ഒരു വീട്ടിൽ കൊടിച്ച് നാക്കി അവിടുന്ന് കാലണ വാങ്ങിക്കാതെ ഇങ്ങോട്ട് പോന്നു. അതെ, വെറുതെ വീട്ടിലിരുന്ന് മൂക്കുമുട്ട തിന്നുന്നത് കാണുമ്പോഴേ എനിക്ക് സഹിക്കത്തില്ല. ഞാൻ വായി വെറുതെ എന്തൊക്കെയാണെങ്കിലും വിളിച്ചു പറയും. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവളിവിടെ ഇരിക്കട്ടെന്നാണോ? ഇപ്പൊ പുറപ്പെട്ട 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താം. ഷൂട്ടിംഗ് നാളെയാ. എനിക്ക് നാളെ ജോലിക്ക് പോകുന്ന വീട്ടിൽ പോയേ പറ്റൂ. മോളെ അങ്ങനെ സുശീലേട്ടന്റെ ഒപ്പം വിടാനൊന്നും പറ്റില്ല. വേണ്ട, ഞാൻ കൂടെ പോവാം. അപ്പൊ നിന്റെ ആദ്യം ഒഴിയുമല്ലോ.
അല്ലെങ്കിൽ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാ നേരിട്ട് ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് കാണണമെന്ന്. ആ എന്നാ പിന്നെ നീയും പോര്, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇവള് പോയ വീട്ടിലെ മരുമോള് ശരിയല്ലെന്നാ ഇവള് പറയുന്നത്. അത് തന്നെയാണോ ഇവള് ഓടിപ്പോരാൻ കാരണമെന്ന് ആർക്കറിയാം. അതൊന്നുമല്ല കാര്യം. ബ്രോക്കർ ദാമോദരനെ വിളിച്ചപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞു. ആ വീട്ടില് കല്യാണം കഴിയാത്തൊരു ഇളയ പയ്യനുണ്ട്. അവൻ വന്നപ്പോ മുതല് എവൾ ഒളിച്ചു നോട്ടം തുടങ്ങി. കൊള്ളാലോടി നീ. എടി പവിത്രേ, ഇങ്ങനെയുള്ളവളെയാണോ നീ പാടി പുകഴ്ത്തുന്നത്? അപ്പൊ പിന്നെ ഇവക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയി പോയാ എന്താടി കുഴപ്പം? കാര്യം അറിയാതെയാ ചേച്ചി സംസാരിക്കുന്നത്. ഇനി എനിക്ക് കാര്യം ഒന്നും അറിയണ്ട. 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിലേ പണിയെടുത്ത് കാശ് കൊണ്ടുവരണം. ഞാൻ പോയിക്കോളാം അടുത്തി. മോൾ എന്തറിഞ്ഞിട്ടായി പോകുന്നത്? പപ്പിനെയും കൂടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവക്കൊരു കേടുപാടും കൂടാതെ ഞങ്ങൾ ഇങ്ങ് എത്തിച്ചോളാം. അതെ, കണ്ടിട്ട് വന്നപ്പോ മോള് ജോലിക്ക് വിട്ടതിന് എങ്ങനെയാ പ്രതികരിച്ചെന്ന് ചേച്ചിയും കണ്ടതാണല്ലോ. അവന്റെ പ്രതികരണത്തെ പറ്റിയൊന്നും പവിത്ര പറയണ്ട. അവൻ ഒറ്റ ഒരുത്തൻ കാരണമല്ലേ നിങ്ങൾക്ക് ആ തറവാട് വിട്ട് പോരേണ്ടി വന്നത്. ദേ പെണ്ണ, നീ വേഗം പോയി ഒരുങ്ങാൻ നോക്ക്. നമുക്ക് ഉടനെ പുറപ്പെടേണ്ടതാ. ചെല്ലേ. മോളെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോയാ പോരെ? എന്നെ ഞാൻ നോക്കിക്കോളാം അടുത്തി. ഇപ്പൊ ഏത് പണി ചെയ്യാനും ഞാൻ തയ്യാറാ. ഇനി എനിക്ക് ഭാവിയെ പറ്റി ഒരു ചിന്തയും ഇല്ല, സ്വപ്നങ്ങളും ഇല്ല. അവള് നല്ല പെണ്ണാ പവിത്രേ. നീ നോക്കിക്കോ, അവളെ ഞാൻ പേരെടുത്തൊരു നടിയാക്കും. അല്ലെങ്കിൽ തന്നെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കാർത്തികയല്ലോ. കാർത്തിക കത്തി കേറുന്ന. ആ അത് ചിലപ്പോ ഈ വഴിയായിരിക്കും. എന്റെ പപ്പിന് നീ വന്നേ, നമുക്ക് വേഗം പോയി ഒരുങ്ങാം. പുറപ്പെടാനല്ലേ? നമുക്കിവിടെ അവൈലബിൾ ആണ് സാർ. ആ ശരി സാർ, ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ അരുൺകുമാർ, കൃഷി ഓഫീസറാണ്. ഓ, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആ, അരുൺകുമാർ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേക്ക്. സാർ നാ മുറിയിൽ നിന്ന് കാണിച്ചു. റൂം ഏതാ? 402. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ബാഗ് തരും സാർ. ഈ ബാഗ് ഒന്ന് റൂമിലേക്ക് വെച്ചു. ശരി സാർ. റൂം നമ്പർ എത്രയെന്ന് പറഞ്ഞു? 402. ഓ, ഞാനിവിടെ ഉണ്ട് പവിത്രടുത്തി. ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. എത്രയേട്ടാ? 50 രൂപ. ശരി. ആ എന്താ
സാറോ? നമ്മുടെ റൂം റെഡി ആ റെഡിയാണ് സാർ. ഒരു മിനിറ്റ് സാർ. റൂം നമ്പർ എത്രയാടാ? 403. ആ ഞങ്ങളിവിടെ ഉണ്ട്. ആ. കാണാം. ആ കേറി വാ. സാർ ബാഗ് ഞാൻ 402 വെച്ചിട്ടുണ്ട്. താങ്ക് യു. വെൽക്കം. ഇതൊന്ന് പിടിച്ചേ. ഭാഗ്യമായി. അടുത്തടുത്ത റൂമാ. നീ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്ക്. എന്റെ കാർത്തു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വിളിച്ചതെങ്കിലും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കഥയാ. അതുകൊണ്ട് നിന്റെ മുഖം കൊള്ളാമെന്ന് തോന്നിയാൽ നിനക്കിതിന് നല്ല വേഷം കിട്ടുമടി. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് ആ സംവിധായകനാ. പോരാത്തതിന് ഇതിന്റെ കഥയും അങ്ങേരുടേതാ. അതുകൊണ്ട് മോള് കുളിച്ചൊന്നൊരുങ്ങ്. എന്നിട്ട് ആ സംവിധായകന്റെ റൂമിലോട്ടൊന്ന് ചെല്ല്. ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ട് മോളെ. നോക്ക്, മനുഷ്യന്റെ തലവര മാറുന്നത് എപ്പോഴാന്ന് പറയാൻ നോക്കുകയല്ല. നീ പേരെടുത്തൊരു നടിയായാലേ നമുക്ക് നിന്റെ പോസ്റ്റർ മതിലകം തറവാടിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കടി. പേരെടുക്കാൻ വന്നതല്ല ഞാൻ. ഇപ്പോ എല്ലാവർക്കും പൈസയാണല്ലോ ആവശ്യം. അത് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാ. ഡെയിലി 1000 രൂപ കിട്ടും. പക്ഷെ ടെലിഫിലിം എങ്ങനെ ഒരു വേഷം കിട്ടിയാലേ ഈ 1000 എന്നുള്ളത് 5000 ആവും. അതും പെർ ഡേ. എടി കൊച്ചെ, കയ്യിൽ വരുന്ന മഹാലക്ഷ്മിയെ തട്ടി തെറിപ്പിക്കരുത്. എനിക്ക് പേടിയാവുന്നു. എന്റെ കാർത്തു, പേടിക്കാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ കൂട്ടി വന്നത്. നീ ഓരോരോ മുറി ചെന്ന് നോക്ക്. പല പെങ്കൊച്ചുങ്ങളും ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. ദേ കൊച്ചെ, ഇന്നത്തെ കാലത്ത് അവനവൻ തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചാലേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. പിന്നെ ഞാൻ ഈ മുറിയിലുണ്ടെന്നുള്ള പേടിയും വേണ്ട. ഞാനേ ആ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ തൊട്ടടുത്ത മുറിയിലാ കൂടുന്നത്. ഇവിടെ നീയും ഇവളും മാത്രമേ കാണൂ. എടി പാപ്പിനി, നീ കുളി കഴിഞ്ഞു വന്നാലേ ഇവളെ നന്നായിട്ടൊന്ന് ഒരുക്ക്. ദേ കാർത്തുമോളെ, വേഗം റെഡി ആവണേ. ഞാനൊന്ന് പോയിട്ട് വരാം. എടി മോളെ, പെട്ടെന്ന് നീ കുളിച്ചിട്ട് വാ. എന്തായാലും അഭിനയിക്കാനല്ലേ നമ്മൾ വന്നത്. പിന്നെ ഇനിയിപ്പോ സംവിധായകനെ കൂടെ കാണുന്നോണ്ട് എന്താ കുഴപ്പം?